പുതിയൊരാളുമായിട്ട് വരും. ശരി, എന്നോട് അത് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ. ഇത് ആക്ച്വലി നമ്മൾ ആടിനകത്ത് ഐറ്റം സോങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. നമ്മൾ ഫാമിലി സിനിമ ആയതുകൊണ്ട് നമ്മളൊരു ഡാൻസ് സെറ്റ് ചെയ്യും, ഒരു എന്റർടൈൻമെന്റ് ഡാൻസ്. കഴിഞ്ഞ പ്രാവശ്യം നിക്കോളും സോണലുമാണ് കളിച്ചത്. അതങ്ങനെ ഒരു ഐറ്റം സോങ് പരിപാടിയായിട്ടില്ല. നമ്മളൊരു നന്നായി ഒരു ഹെവി ഡാൻസ് ചിത്രീകരിക്കുക, ആ സോങ് എന്റർടൈൻമെന്റ് ആകുക എന്നുള്ളതാണ് നമ്മുടെ മുഖമുദ്ര. കാരണം ഒരിക്കലും നമുക്കൊരു ഐറ്റം സോങ് വെച്ചിട്ട് നമുക്ക് യു സർട്ടിഫിക്കേഷൻ കിട്ടില്ല. അത് സെൻസർ ബോർഡിന്റെ പാരാമീറ്റേഴ്സിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു ഡാൻസ് ആണ് ആക്ച്വലി എല്ലാ ആടിലും നമ്മൾ പാർട്ട് 2 മുതൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞാൻ രാവിലെ ഒരു ദിവസം കണ്ണു തുറന്ന് നോക്കുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിഖില ഐറ്റം ഡാൻസ് കളിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്ത. അപ്പോൾ എന്നോട് ഡയറക്ടർമാർ സുഹൃത്തുക്കൾ തന്നെ 1-2 പേര് ചോദിച്ചു, നിഖില ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിതൊന്നും അറിയാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. നിഖിലിനോട് ചോദിച്ചപ്പോൾ നിഖില അന്ന് ആ പടം വരട്ടെ പറയാമെന്ന് പറയുകയും ചെയ്തു. ആക്ച്വലി നിഖിലയുടെ ഐറ്റം ഡാൻസ് ഒന്നും ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ഇല്ല. നമുക്ക് ഡാൻസ് ഉണ്ട്, അത് ഈ പറഞ്ഞ പോലെ ഒരു ആള് വന്ന് നമുക്ക് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് നിഖില അല്ല. എന്താന്ന് വെച്ചാല് ഒരു സിറ്റുവേഷന് അനുയോജ്യമായിട്ടുള്ള കോസ്റ്റ്യൂം ഇട്ടിട്ടല്ലേ ഡാൻസ്. ഇപ്പം ഒരു കൊള്ള സഖ്യത്തിട്ട് ഡാൻസ് കളിക്കുമ്പോൾ ഭരതനാട്യത്തിന്റെ ഡ്രസ്സ് ഇട്ട് കളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഈ സിനിമയിലെ കഥാപരമായിട്ട് എങ്ങനെയാണോ അത് ചിത്രീകരിക്കേണ്ടത് അങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്. അതിനെ ഐറ്റം ഡാൻസ് എന്നൊന്നും വിശേഷിപ്പിക്കാനായിട്ട് ഞങ്ങളല്ല. അത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇതിനകത്തുണ്ട്. അത് ആ ക്യാരക്ടർ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അനുയോജ്യമായിട്ട് എങ്ങനെയാണോ ചിത്രീകരിക്കേണ്ടത്, എന്ത് കോസ്റ്റ്യൂമാണ് ഇടേണ്ടത്, അതാണ് ഇട്ടിരിക്കുന്നത്. മാത്രമല്ല ഇനി അടുത്ത് നമ്മുടെ പ്രൊമോഷൻ മെറ്റീരിയൽ വരാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ തന്നെ സോങ് ആയിരിക്കും. അത് നിങ്ങൾക്ക് കാണാമല്ലോ. അറിയില്ല, ശരിടാ. ഇത് വെച്ച് കണ്ടോ, എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ പുരിയാ മതി. ഇത് തന്നെ വെച്ച് കണ്ടോ, എനിക്ക് ക്ലിയർ ആവില്ല, അതാ പ്രശ്നം. ആടെന്ന് പറയുന്ന ഒരു മാസ് ഫിലിമാണ്. അപ്പം എല്ലാ ഒരു മാസ് വൈഡ് റിലീസാണ് ഉണ്ടാവുക. എല്ലാ തിയേറ്ററിലും അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടോ. പിന്നെ അത് നാളെ ഒന്നാമത്തെ കോസ്റ്റ് കൂടുതലാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഭാഗം 3Dയിലൊക്കെ ഷൂട്ട് ചെയ്യാം. പിന്നെ അത് ഞങ്ങളൊന്ന് ഡിബേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഫ്രാഞ്ചൈസി ഇങ്ങനെ ആയിരുന്നു, ഇനിയും ഇതിന്റെ ഭാഗങ്ങളോട് സ്പിൻ ഓഫ്സ് വരാം, പല പല കാര്യങ്ങൾ ആടിന് റിലേറ്റഡ് ആയിട്ട് വരാം. അതെല്ലാം ഇത് ഒരു വട്ടം ഒരെണ്ണം 3D ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചറിസ്റ്റിക്കലി എല്ലാം അങ്ങനെ തന്നെ പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇതിപ്പോ ഇങ്ങനെയാണ്. നാളെ ഇതിന്റെ ഒരു സ്പിൻ ഓഫോ എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇത് 3Dയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഒരുപാട് ഇതിനകത്ത് ഒരുപാട് നേരത്തെ മൃദം പറഞ്ഞ പോലെ ഒരുപാട് ഇംപ്രവൈസേഷൻ. നിങ്ങൾ ആട് 2-ലും 1-ലും ചിരിച്ചിട്ടുള്ള പല ഹ്യൂമറുകളും അതിന്റെ കോൺട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് ആക്ടേഴ്സിന്റെ കയ്യിലാണ്. അത് ആടിൽ നമ്മൾ വിതിൻ ആ ഫ്രീഡം എല്ലാവർക്കും കൊടുക്കാറുണ്ട്. കോൺട്രിബ്യൂഷൻസ് ആ വെൽക്കം. പക്ഷേ നേരത്തെ പറഞ്ഞാൽ ആട് 3 എന്ന് പറയുന്നത് ഓൾറെഡി സ്ക്രിപ്റ്റ് ലെങ്ത് കൂടുതലാണ്. നമുക്കറിയാം ലെങ്ത് കൂടുതലാണ്. 100 സീൻ ഉണ്ടെങ്കിൽ ഒരു സീനിൽ 1 മിനിറ്റ് വെച്ച് ഇംപ്രവൈസേഷൻ കയറുമ്പോൾ തന്നെ 100 മിനിറ്റ് കൂടുന്നു. അപ്പം നമുക്ക് തിയേറ്ററിൽ വരുമ്പോൾ ഇതിന് എടുക്കാനുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് അങ്ങനെയാണ് ഡിബേറ്റ് ചെയ്യുന്നത്. മോശമായതുകൊണ്ടല്ല, പല ആക്ടേഴ്സ് പറയുന്ന ചില സജഷൻസ് ഒക്കെ ബ്രില്യൻ്റ് ആണ്. പക്ഷേ ഒന്ന് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ ഓരോ ഏജ് ഗ്രൂപ്പിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന. ഇപ്പം ഇന്ന് ഒരു 15 വയസ്സുള്ള കുട്ടി സംസാരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ അവർ എൻജോയ് ചെയ്യുന്ന കോമഡിയുടെ പാറ്റേൺ വേറെയാണ് അവരുടെ. എന്നാൽ 60 വയസ്സ് ഉള്ള ഒരു മുതിർന്ന സിറ്റിസൺ സംസാരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഹ്യൂമർ വേറെയാണ്. ആടിന്റെ ഓഡിയൻസ് ഇത് രണ്ടുമാണ്. 15 വയസ്സും 60 വയസ്സും 70 വയസ്സും. അപ്പൊ അവർക്കും മനസ്സിലാവണം. അപ്പൊ ആ ഒരു ബാലൻസിങ് ആക്ട് കൊണ്ടുവരിക. അതിനോടൊപ്പം തന്നെ ആട് 3 ശക്തമായ ഒരു സ്റ്റോറി ഉണ്ട്. ഇപ്പൊ ആട് 1-ല് നീലക്കൊടുവേലിയിൽ പുറകെ പോയി, ഇതില് ആട് അല്ലെങ്കിൽ കമ്മട്ടത്തിന്റെ പുറകെ പോയി. ഇതിൽ കുറച്ചും കൂടെ ഈ 2 ടൈം ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു സമയവും ആ സ്റ്റോറി എസ്റ്റാബ്ലിഷനും അതും ഞങ്ങൾക്ക് വേണം. അപ്പൊ അതുകൊണ്ടാണ് കോമഡികളിൽ ഡിബേറ്റ് ചെയ്ത് അതിൽ ആ ബാലൻസിങ് ആക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് പോയിക്കൊണ്ടിരുന്നത്.